സംസാരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്യരായ വൈദികരെ, വന്യനായ റംബാച്ചൻ, പ്രിയമുള്ള ഡെൻസൺ, പ്രിയമുള്ള സ്റ്റെഫി, ഈ സുന്ദരമായ നിമിഷങ്ങളിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഡെൻസൻ്റെ മുഖത്തെ പ്രതീക്ഷകളും സ്റ്റെഫിയുടെ മനസ്സിലെ സ്വപ്നങ്ങളും ദൈവം കാണട്ടെ. വിവാഹ നിശ്ചയമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡെൻസൺ, സ്റ്റെഫി, നിങ്ങളുടെ കയ്യിൽ രണ്ടുപേർക്കും 2 താക്കോല് വീതമാണ് ഇന്ന് തരുന്നത്. ഡെൻസന്റെ കയ്യിൽ സ്റ്റെഫിയുടെ സ്വർഗത്തിൻ്റെ താക്കോല് തരികയാണ്. ഒപ്പം സ്റ്റെഫിയുടെ നരകത്തിൻ്റെ താക്കോലും. സ്റ്റെഫിയുടെ കയ്യിലാകട്ടെ ഡെൻസന്റെ സ്വർഗത്തിൻ്റെ താക്കോല് തരികയാണ്. ഒപ്പം നരകത്തിൻ്റെ താക്കോല്. മനസ്സിലായിട്ടുണ്ടാവും. ഏതുപയോഗിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വിവാഹ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്, കിരീടം വാഴ്വിലേക്ക്. തുടക്കത്തിൽ 6 തവണ സ്ലീബ കൊണ്ട് റംബാച്ചൻ നിങ്ങളെ ആശീർവദിക്കും. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ, അല്ലേ? അപ്പം നമ്മൾ വാഴ്വ് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ തലവണങ്ങി എന്ത് ചെയ്യും? കുരിശ് വരയ്ക്കും. സുറിയാനി സഭയുടെ ആരാധനകളൊക്കെ വളരെ വലിയ പ്രബോധനങ്ങളാണ്. അതിന് പുറത്തൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ വാഴ്വുണ്ടല്ലോ, നിങ്ങളിനി 6 തവണ കുരിശ് വരയ്ക്കാൻ പോവാണ്. ഇതുവരെ വരച്ച കുരിശല്ല ഡെൻസ. ഒരായുസ് മുഴുവൻ എന്തോ തീരുമാനമെടുത്ത് വരയ്ക്കാൻ പോണ കുരിശാണ് 6 കുരിശ്. അത് മാത്രം പറയാണ്. ആദ്യം ഇങ്ങനെ പാടും: ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അടുത്തൊരു 5 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയും ഹൗവയോടാദാമിനെ വാഴ്ത്തിയ, അല്ലേ? അങ്ങനെ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? കുരിശ് വരയ്ക്കും. എന്തിനാണ് അത് വരയ്ക്കുന്നത്? ആദമിനെയും ഹൗവയെയും ചേർത്ത് വെച്ച ആ വാഴ്വ് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് ആ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം, ഇല്ലേ സ്റ്റെഫി? എന്താണ് ആ വാഴ്വ്? ആദാമിൻ്റെ പ്രത്യേകത ഡെൻസ, പരുക്ക് പറ്റിയാലും കൊടുക്കുന്ന സ്നേഹമാണ്. കാരണം ഒരു ഗാഠനിദ്ര വരുത്തി എന്നാണ് ആദാമിന്. കഥ അറിയാമല്ലോ. വാരിയൽ ഊരി സ്റ്റെഫി ഉണ്ടാക്കി, അല്ലേ? ഇപ്പോൾ ഒരു വാരിയല്ലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു വാരിയല്ലൊക്കെ ഊരി എന്തുവാട്ടെ, വാരിയല്ലെന്ന് പറയുന്നത് ഹൃദയത്തെ മറച്ചു വയ്ക്കുന്നതാണ്. വാരിയൽ ഊരി എന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: ഡെൻസൺ ഹൃദയം തുറന്നു വെച്ചു എന്നാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെ മറച്ചു വയ്ക്കാനൊന്നുമില്ല. എല്ലാ കാലത്തും സ്റ്റെഫിക്ക് വേണ്ടി ഹൃദയം തുറന്നു വയ്ക്കുകയാണ്. വാരിയലിൽ ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഹൃദയം ഓപ്പൺഡാണ്. രണ്ടുപേരും ഹൃദയം തുറന്നു വയ്ക്കാനുള്ള വാഴ്വ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ് കുരിശ് വരയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, എൻ്റെ പൊന്നു ഡെൻസ, ആദമിനോട് അനുവാദം ചോദിച്ചിട്ടല്ല ഈ മേജർ സർജറി നടത്തിയത്. ഈ വാരിയൽ ഊരുക എന്ന് പറഞ്ഞ കീഹോളിൻ്റെ ഇടപാടല്ല, നഴ്സല്ലേ, കീഹോളല്ല, മേജർ സർജറിയാണ്. ഒരു മേജർ സർജറി ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തപ്പോഴും ഭർത്താവിൻ്റെ കൺസെന്റ് പോലും ഇല്ല. ആ വാഴ്വിനാണ് കുരിശ് വരയ്ക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അവക്ക് വേണ്ടി എന്ത് മേജർ സർജറിയും ഞാൻ ഏറ്റോളാം. തിരിച്ചു വേണേ ഹൗവയോട് ആദാമിനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മേജർ സർജറി ഏറ്റതെന്ന് കൂടെ ആദാം പറഞ്ഞതുമില്ല, ഒരു അനുവാദവും ചോദിച്ചതുമില്ല. ഇനിയിപ്പോൾ ഭർത്താവാണ്, ഇനിയിപ്പോൾ ഭാര്യയാണ്. ഞാൻ വലിയ ഭർത്താവാണ്, ഞാനറിയാതെ ഒന്നും പറ്റില്ല, ഞാനാണ്. ഈഗോ ഒന്നും ആദാമിനില്ലായിരുന്നു. ഇത്രയും വലിയ മേജർ സർജറി നടത്തിയപ്പോഴും അവിടെ ഒരു പെർമിഷന്റെ പ്രശ്നമില്ല. ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. പരുക്ക് പറ്റിയാലും തീരാത്ത പ്രണയമുള്ള വീടാണ് ആദ്യത്തെ വീട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കുരിശ് വരയ്ക്കും ഹൗവയോട് ആദാമിനെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണ് കുരിശ് വരച്ചുകൊണ്ട്. എത്ര പരുക്ക് പറ്റിയാലും എൻ്റെ ഡെൻസൺ ചേട്ടായിയെ ഞാൻ വിടുകയില്ല. തിരിച്ചു. രണ്ടാമതായി, സാറയോട് അബ്രാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ. അപ്പോഴും വരയ്ക്കും ഒരു കുരിശ്. എന്തിനാണ്? കിട്ടിക്കോട്ടെ. അബ്രാമിനും സാറയ്ക്കും കിട്ടിയത് കിട്ടിക്കോട്ടെ എന്നാണ്. എന്ത് കിട്ടലാണ്? അബ്രഹാം അലഞ്ഞ മനുഷ്യനാണ്,
ചുമ്മാതെ അലഞ്ഞതല്ല, ഒരുപാട് അലഞ്ഞുപോയ വഴികളിലൊക്കെ കൂടെ നടന്നൊരു പെണ്ണുണ്ട് സ്റ്റെഫി. ആ പെണ്ണിന്റെ പേരാണ് സാറ. അലച്ചിലുകളൊക്കെ അനുഗ്രഹമായേക്കാം എന്ന് വിചാരിച്ച് കൂടെ നിൽക്കാൻ തയ്യാറായ പെണ്ണിന്റെ പേരാണ് സാറ. നിങ്ങൾ കുരിശു വരയ്ക്കും, ആ വാഴ്വ് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ജീവിതം കുറച്ച് അലയേണ്ടി വന്നാലും, കുറച്ച് കാര്യങ്ങളൊക്കെ വന്നാലും, ഇനി പറയാൻ പോകുന്നത് ഇഷ്ടപ്പെടില്ല. സാറ അബ്രഹാമിനെ ഓ മൈ മാസ്റ്റർ എന്നാണ് വിളിച്ചത്, എൻ്റെ യജമാനനെ. അങ്ങനൊന്നും കയറി വിളിക്കരുത്. എങ്കിലും മൂന്നാമതായി നിങ്ങൾ കുരിശു വരയ്ക്കും, റഫുക്കയോട് ഇസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ. അല്ലേ, വരയ്ക്കില്ലേ സ്റ്റെഫി? എന്താണത്? സ്റ്റെഫി കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഇസഹാക്കിന്റെ റബേക്കയുടെ കല്യാണം കഴിഞ്ഞ ദിവസത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: റബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന് അമ്മയുടെ മരണദുഃഖം മാറി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസഹാക്കിന്റെ അമ്മ മരിച്ച ദിവസങ്ങളിലായിരുന്നു ഇവരുടെ കല്യാണം. മരുമോള് വന്നു കഴിഞ്ഞപ്പോൾ, ഭാര്യ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സങ്കടങ്ങളും, സ്റ്റെഫി ഒന്നേ ഉള്ളൂ, ഒരു വീടിന്റെ സങ്കടങ്ങൾക്ക് മീതെ പ്രകാശത്തിന്റെ പുതപ്പ് വിരിക്കാൻ വന്ന പെണ്ണിന്റെ പേരാണ് റബേക്ക. ഇപ്പൊ ഇരിപ്പാക്കുഴി ഭാഗത്തു നിന്ന് അമ്പലനിരപ്പ് ഭാഗത്തേക്ക് എല്ലാ സങ്കടങ്ങൾക്കും മീതെ ഒരു പ്രസാദത്തിന്റെ പട്ട് വിരിക്കാൻ സ്റ്റെഫി ഇറങ്ങിയതാണ്. അല്ലേ? റഫക്കയോട് ഇസഹാക്കിനെ. ചുമ്മാ കുരിശു വരയ്ക്കുകയല്ലേ, ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും വിചാരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ 1 മണിക്കൂർ, എന്താണിത്? ഞാനൊരു ഒറ്റപ്പാട്ടിന്റെ 4 വരി മാത്രമാണ് പറയുക. രണ്ടുപേരും ചേർന്ന് കുരിശു വരയ്ക്കാണ്. റഫക്കയോട് ഇസഹാക്കിനെ വാഴ്ത്തിയ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എൻ്റെ ജീവിത പങ്കാളിയുടെ സങ്കടത്തിന്റെ കൂടെ ഞാനുണ്ടാവും. അല്ലേ? അതൊരു തീരുമാനമാണ്. കുരിശു വരയ്ക്കാണ് റഫക്കയോട് ഇസഹാക്കിനെ. പിന്നെ പാടും, റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ. ഡെൻസൺ കേൾക്കണം. യാക്കോബ് റാഹേലിന് വേണ്ടി കാത്തിരുന്നത് എത്ര വർഷമാണെന്ന് എൻ്റെ പൊന്നു ഡെൻസ അറിയാമോ? 14 വർഷം. 14. പിന്നെ അങ്ങോട്ട് അവരുടെ ജീവിതം പ്രണയത്തിന്റെ ഉത്സവമേളമായിരുന്നു. കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി നിബന്ധനകളില്ലാതെ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റെഫി കുരിശു വരയ്ക്കാൻ പോകുന്നത്. റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം താൻ. എത്ര നാള്. പിന്നെ ഒരു കാര്യം പറയാണ്, റാഹേലിനും യാക്കോബിനും, ആ ഒരു യാക്കോബിന്റെ വീട്ടിൽ 12 മക്കൾ, 13 മക്കളുണ്ടായിരുന്നു. അടുത്തത് പറയും, മെസ്രനിൽ ജോസഫിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ. അപ്പോഴും ഡെൻസനും സ്റ്റെഫിയും കുരിശു വരയ്ക്കും. എന്തിനാണ്? ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഒരു പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. അന്ന് ജോസഫ് കല്യാണം കഴിച്ചിട്ടില്ല മിസ്രൈമിൽ. പക്ഷേ ഉൽപ്പത്തി 39 ഒരു വചനമുണ്ട്. ഈ നമ്മുടെ ജോസഫിനെ പ്രലോഭിപ്പിക്കാൻ ഒരു വിവാഹിതയായ സ്ത്രീ ശ്രമിക്കുമ്പോൾ ഒത്തിരി മെസ്സേജും ഒത്തിരി ചാറ്റിങ്ങും ഒക്കെ വരുമ്പോൾ ഈ ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു ജോസഫ് ഉണ്ട്. അവസാനം എൻ്റെ പൊന്നു ഡൻസായി ഇവള് തുണിയെ കയറി പിടിച്ചു. ആരുടെ? ജോസഫിന്റെ. നമ്മൾ വായിക്കുന്നുണ്ട്, ഹി വെന്റ് ഔട്ട് ഓഫ് ദ റൂം. തുണി വിട്ടേച്ച് ഓടിക്കളഞ്ഞു. ചില സമയത്ത് തുണിയേക്കാൾ വലുതാണ് മാനം. ഈ 6ാമത്തെ കുരിശുണ്ടല്ലോ, ആഞ്ഞു വരയ്ക്കണം. കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള വാഴുവാണ്. പറഞ്ഞു വരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഡിവോഴ്സിൽ 67% ഡിവോഴ്സിന്റെ കാരണം സ്മാർട്ട് ഫോണാണ്. മനസ്സിലാവുന്നില്ലേ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന കുടുംബ കലഹങ്ങളിൽ നാത്തൂൻ പോരില്ല, അമ്മായിയമ്മ പോരില്ല, സ്ത്രീധന പ്രശ്നമില്ല. ഇന്ന് മലയാളിയുടെ കുടുംബാന്തരീക്ഷങ്ങളിലെ കലഹങ്ങളുടെ പ്രധാന കാരണം 40, 45 കഴിഞ്ഞവരുടെ പ്രേമമാണ്. 50 കഴിഞ്ഞവരുടെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കുരിശ് നമുക്ക് എല്ലാവർക്കുമായിട്ടാണ് വരയ്ക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാവരെയും കൂടാണ് വാഴ്ത്തുന്നത്. നമ്മളെല്ലാവരും ചേർന്നാണ് വരയ്ക്കുന്നത്. ഇവർക്ക് ഡെൻസൺ സ്റ്റെഫിക്ക് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരയ്ക്കുകയാണ്. എന്താ? ജോസഫിനെ മിസ്രൈമിൽ വാഴ്ത്തിയ വാഴ്വുണ്ടല്ലോ. എൻ്റെ ഡെൻസ, ഇനിയാണ് നമ്മൾ സുന്ദരിമാരെ കാണാൻ പോണേ. എൻ്റെ സ്റ്റെഫി, ഇനിയാണ് നമ്മൾ സുന്ദരന്മാരെ കാണാൻ പോണേ. ഒരുപാട് വല്ലാതെ മോഹിപ്പിച്ചു കളയുന്നൊരു ലോകത്തിന്റെ പിന്നാലെ വല്ലാതെ നമ്മൾ പോയേക്കാം.
ജീവിത സാഹചര്യങ്ങൾ പലതായേക്കാം. മനുഷ്യനെന്ന് പറയുന്നൊരു സൂപ്പർ ഹ്യൂമൻ ബീയിങ് ഒന്നുമല്ല. പച്ചയായ വികാരങ്ങളും തരളിതമായ മോഹങ്ങളും ഒക്കെ ഏത് സമയവും മനുഷ്യനെ പിടികൂടാവുന്ന ഒരു കാലമുണ്ട്. ഡെൻസ, സ്റ്റെഫി, 6ാമത്തെ കുരിശ് വെറുതെ വരയ്ക്കരുത്, ശക്തമായി വരയ്ക്കണം എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യതയാണ്. അപ്പൊ 6 കുരിശ് നിങ്ങൾ വരയ്ക്കും, നമ്മൾ വരയ്ക്കുന്നേ, ഇതെല്ലാവർക്കും കൂടെയാണല്ലോ. ആദാമിനും ഹൗവയ്ക്കും കിട്ടിയ വാഴ്വ്. എത്ര മേജർ സർജറി വേണമെങ്കിലും അവക്ക് വേണ്ടി ഞാൻ ഏറ്റു എന്നാണ് അർത്ഥം. സ്റ്റെഫി, കേൾക്കുന്നില്ലേ? അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ ഓരോരുത്തരുടെയും കപ്പിൾ യൂണിറ്റി പറഞ്ഞിട്ട്, ദാമ്പത്യ ഐക്യത്തിന്റെ ഹാർമണി പറഞ്ഞിട്ട് പറയുകയാണ്, രണ്ടുപേരും തലവണക്കി ശക്തമായി കുരിശ് വരയ്ക്കും. ഇതുപോലൊരു വര ഇനിയില്ല. ഇന്ന് വരയ്ക്കുകയാണ്. എന്നുവരെ? എന്ന് നിങ്ങളുടെ ദാമ്പത്യം മരണം വരെ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ആ നിമിഷം വരെ എൻ്റെ കർത്താവേ, ഈ പറയുന്ന 6 പേർക്കും കിട്ടിയ വാഴ്വ് ഞങ്ങൾക്ക് കിട്ടിക്കോണം. അതിനകത്ത് എല്ലാം ഉണ്ടെന്നേ. കുടുംബജീവിതത്തിനകത്ത് പുറത്ത് വരാവുന്ന എല്ലാ ചലഞ്ചസും എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള. അതുകൊണ്ട് എൻ്റെ പൊന്നു സ്റ്റെഫി, രണ്ടുപേരും പരസ്പരം അറിയാവുന്നവരാണ്, പരസ്പരം കുടുംബങ്ങൾ അറിയാവുന്നവരാണ്, നാട്ടുകാരാണ്, ഇടവക്കാരാണ്. രണ്ടുപേരെയും ഞങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ്. തങ്കപ്പെട്ട മോനാണ്, തങ്കപ്പെട്ട മോളാണ്. ഇതിങ്ങനെ തന്നെയൊക്കെ മുന്നോട്ട് പോയി നന്നായി ജീവിക്കണം, നന്നായി ജീവിക്കണം. രണ്ടുപേർക്കും ദൈവം തന്നിരിക്കുന്ന സാധ്യതകൾ, രണ്ടുപേർക്കും ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങൾ മറന്നു കളയരുത്, മറന്നു കളയരുത്. ഒരേ ദേശത്തായതുകൊണ്ട് തന്നെ 2 വീട്ടിലെയും അപ്പനോടും അമ്മയോടുമുള്ള കമ്മിറ്റ്മെന്റിന് കുറച്ചുകൂടെ ഭാരം കൂടുതലാണ്. ഇപ്പോൾ വല്ല ഗോകർണത്തോ എന്താ കോട്ടയത്തോ ആണെങ്കിൽ വല്ലപ്പോഴും പോയാൽ മതിയാകുന്ന ഡെൻസ. ഇതിപ്പോൾ 2 അപ്പനും 2 അമ്മയാണ്, 2 പേർക്കും അങ്ങനെ വീതം തന്നേക്കാണ്. അവരുടെ എല്ലാ നീറ്റലുകളിലും, അവരുടെ എല്ലാ സങ്കടങ്ങളിലും, എല്ലാ സന്തോഷങ്ങളിലും നിങ്ങൾ 2 പേരും ഉണ്ടായേ മതിയാകുള്ളൂ, നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായാലും. അപ്പോൾ ഇനി നമ്മൾ 6 കുരിശ് വരയ്ക്കാൻ പോവാണ്. ശക്തമായി വരയ്ക്കണം സ്റ്റെഫി, സമ്മതിച്ചില്ലേ? അങ്ങനെ തന്നെ ജീവിക്കണം ഡെൻസ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്കും ചേർന്ന് വരയ്ക്കാം. ഈ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വാഴ്വ് കർത്താവേ ഞങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു വരയ്ക്കാം. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം. ഈ ശുശ്രൂഷയിൽ കുറെ കൂടെ തീവ്രമായി ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.